ശ്രീനിസാം ചെയ്തിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസുണ്ടോ, ഒരു പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതി വന്നിരിക്കുന്നു. നേരിട്ട് അനുഭവസ്ഥരുടെ പരാതിയല്ല, തേർഡ് പാർട്ടി ആയിരിക്കാം, പക്ഷെ ഒരു പരാതി വന്നിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണത്. കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആദ്യമായി ഒന്ന് തന്നെ വ്യക്തമാക്കട്ടെ, ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവല്ല. കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള ഒരാളെന്നോ കോൺഗ്രസിൻ്റെ സഹയാത്രികനോ എന്നൊക്കെ പറയാവുന്നതല്ലാതെ ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരാളല്ല, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവുമല്ല. പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ സ്മൃതി പറഞ്ഞ ഒരു കാര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റ് നാടകത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒരു സമാനതകളില്ലാത്ത ഒരു യാത്ര ഇന്ത്യയിലെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്ര ഇന്ന് ബീഹാറിലെ ഗ്രാമഗ്രാമാന്തരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വലിയ ജനപങ്കാളിത്തോടെ മുന്നേറുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വ്യവഹാരം ഇത്തരം ഒരു അധമ സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അത്തരമൊരു ലജ്ജാകരമായ ഒരു നിലവാരത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിച്ചത് ആര് എന്നുള്ളത് നാം എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഒരു വിഷയം തന്നെ എടുത്താൽ കേരളത്തിൽ കുറേ നാളുകളായി നിലനിൽക്കുന്ന ഒരു പൊതു സ്വഭാവം അനുസരിച്ച് തന്നെ ഒരു ലൈംഗിക ആരോപണം ഒരു വാദിയോ അല്ലെങ്കിൽ ഒരു FIR ഇല്ലാതെ അന്തരീക്ഷത്തിൽ ഉയരുന്നു. കോൺഗ്രസ് അതിനോട് വളരെ മാതൃകാപരമായി പ്രതികരിക്കുന്നു. കോൺഗ്രസ് പ്രതികരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ധാർമ്മികമായ വിശുദ്ധി, ധാർമ്മികമായ വിവേചന ബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായതായി കാണുന്നില്ല എന്ന പൊതുവായ വിലയിരുത്തലോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു. വളരെ മാതൃകാപരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് എടുത്തത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത്തരം നടപടികൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം സമാനമായ സാഹചര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്കറിയാം. മുകേഷിന്റെ കാര്യം വന്നപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ശരി, നമുക്ക് അതിലേക്ക് വരാം. ശ്രീനിസാം സെയ്ദ്, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും പ്രതിപക്ഷ ചൂണ്ടിക്കാണിച്ചു. നമുക്ക് അതിലേക്ക് വിശദമായി വരാം. ഞാൻ ചോദിച്ചത്, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നു. സ്റ്റേറ്റ് എടുത്തിരിക്കുന്ന ആ നടപടിയെ എങ്ങനെ കാണും? അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നതാണ് എന്ന് നിയമം അറിയാവുന്ന ആരെങ്കിലും കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചോദിച്ചതിന് CPM പ്രതിനിധി നൽകിയ ഉത്തരം, ഒരു പരാതിക്കാരിയില്ല, ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇല്ല, ഒരു ടൈം ഓഫ് ഒക്കറൻസ് ഇല്ല, ഇതൊന്നുമില്ലാതെ എങ്ങനെ ഒരു കേസെടുക്കാൻ പറ്റും എന്നാണ് CPM പ്രതിനിധി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതേ ചോദ്യമാണ് എനിക്കിന്ന് ചോദിക്കാനുള്ളത്. ഇതൊന്നുമില്ലാത്ത അന്തരീക്ഷത്തിൽ എവിടെയോ മുഴങ്ങിക്കേട്ട ചില ശബ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കേസെടുക്കാൻ പറ്റുന്നത്? ഒരു കേസെടുത്തു എന്നൊക്കെ പറയാവുന്നല്ലാതെ നിയമപരമായി ഒരു രീതിയിലും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസെടുത്ത് ഒരു പുകമറ സൃഷ്ടിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിന് നിയമപരമായ യാതൊരു സാധുതയുമില്ല. ഇങ്ങനെ ഒരു കേസെടുത്തു എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം എന്നുള്ളതല്ലാതെ അത്തരം എത്രയോ കേസുകൾ എടുത്താൽ ആ കേസ് അത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ ഒരു പരാജയം തന്നെയാണ്. അത് രാഷ്ട്രീയമായ പകപോക്കലായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാര്യം ഒരു പരാതിക്കാരിയോ ഒരു സംഭവ സ്ഥലമോ ഒരു സംഭവം നടന്ന സമയമോ ഇതൊന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കേസെടുക്കുന്നത്? എന്താണ് സംഭവം എന്ന് നിങ്ങൾ എന്താണ് കരുതുന്നത്? അല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടിയുടെ പരാതിയാണ്. അതിന്മേൽ ഒരു കേസ് എടുക്കും. ഒരു പരാതി വന്നിട്ടുണ്ട്, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ മേൽ കേസ് എടുക്കാൻ പറ്റുമോ? തേർഡ് പാർട്ടിയുടെ മേൽ അന്വേഷണം നടത്താം. ഒരു കേസ് എടുക്കാൻ പറ്റുമോ? ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഇതിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും കേസുണ്ടോ എന്ന് തേർഡ് പാർട്ടിക്ക് അങ്ങനെയാണെങ്കിലും അത് രാഹുലിന്റെ സ്വന്തം കാര്യമല്ലേ ശ്രീനിസാം സെയ്ദ്? ഇനിയിപ്പോ അങ്ങനെയല്ലേ കോൺഗ്രസ് പറയുന്നത്? രാഹുലിന്റെ കേസ്, രാഹുലിന്റെ കാര്യം രാഹുൽ നടത്തട്ടെ. പിന്നെ വൈകാരികമായി അതിനോട് പ്രതികരിക്കുന്നത് അല്ല. പക്ഷേ അതിന്റെ നിയമപരമായ വശമാണ് സ്മൃതി ചോദിച്ചാൽ അതിന്റെ നിയമപരമായി യാതൊരു നിലനിൽപ്പില്ല. ഇനി രാഹുലിന്റെ ഏത് കാര്യവും രാഹുൽ നേരിട്ടെ എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ രാഹുലിനെ കോൺഗ്രസിൽ പുറത്തു നിർത്തിയിരിക്കുന്നത്. ശരി.
Debate with Smriti Parathikkad.